Hello guys, welcome back to my mom's YouTube channel. ഹലോ ഗൈസ്, ഇപ്പം നമ്മൾ സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണിച്ചു തരാം. മാളൂട്ടിയുടെ സാധനങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മൾ ബാഗ് ആട്ടോ കാണിക്കുന്നത്. അവൾ തുറന്ന് കാണിക്കുമെല്ലാം. ഇതാണ് എൻ്റെ ബാഗ്. ഇതിൽ കുറേ കള്ളികളുണ്ട്. ഇത് ഫസ്റ്റ് കള്ളി. ഇതാണ് ഫസ്റ്റ് കള്ളി. ഇതിൽ ഞാൻ പൗച്ചാണ് വെക്കുന്നത്. ഇത് സെക്കൻഡ് കള്ളി. ഇതിൽ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ വെക്കും. ഇതാണ് തേർഡ് കള്ളി. ഇതിൽ ഫുഡ്, ലഞ്ച് ബോക്സ് അതൊക്കെ വെക്കാൻ. ഇത് ഫോർത്ത് കള്ളി. ഇതിൽ ഫയൽസ് ഒക്കെ വെക്കാനാണ്. ഇതാണ് ഫിഫ്ത്ത് കള്ളി. ഇതിൽ ബുക്സ് വെക്കാനാണ്. പിന്നെ ഇവിടെ ഒരു കള്ളിയും കൂടി ഉണ്ട്. ഇതാണ് അത്യാവശ്യം വലിയ ബാഗാട്ടോ. ഒരു മൈക്ക് ഉള്ളത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാട്ടോ. അപ്പം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അതിൻ്റെ കൂടെ അതിൻ്റെ വോയിസ് ഓവർ കൊടുക്കണമായിരിക്കും. അപ്പം അടുത്തത് ഇതാണ് ബാഗ്. ഇത് നമ്മൾ പെരുമ്പാവൂരുള്ള ഒരു കടയിൽ നിന്നാട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഇഷ്ടംപോലെ കടകളുണ്ട്. നമ്മൾ അങ്ങനെ ഇന്ന കടയിൽ നിന്ന് നോക്കിയൊന്നും ഇല്ല. നമുക്കിഷ്ടമുള്ളൊരു കടയിൽ കയറി വാങ്ങിച്ച് അത് ഈ ബാഗ് വാങ്ങിക്കുന്ന വീഡിയോ ഞാൻ ഷോർട്ടായിട്ടിട്ടുണ്ട്. അത് കാണാത്തവർ കണ്ടാൽ മതി. ഓക്കെ, ബാക്കി ഐറ്റംസ് കാണിക്കാം കേട്ടോ. ഇതാണ് കൊട. ഞാൻ പറയാം മാളു. ഇതാണ് കൊട കേട്ടോ. മാളൂട്ടിയുടെ കൊടയാണ്. എല്ലാ വർഷവും കുട വാങ്ങിക്കും കേട്ടോ. അത് പകുതിയൊക്കെ ആകുമ്പോൾ തന്നെ കളയും. അങ്ങോട്ടോടിക്കും ഇങ്ങോട്ടോടിച്ച് കളയും. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പം 5ാം ക്ലാസ്സിൽ കുട വാങ്ങിച്ചാൽ അത് നമ്മൾ ഡിഗ്രി വരെ നമ്മൾ യൂസ് ചെയ്യും. ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയല്ല. എല്ലാ വർഷവും എല്ലാ സാധനങ്ങളും വാങ്ങിക്കണം. ഇതാണ് ജോൺസന്റെ കുട കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിങ്, നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. എല്ലാം ഉണ്ട് കേട്ടോ. ഇതാണ് കുട. അപ്പം ഇതാണ് മാളൂട്ടിയുടെ കുട. ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് മെയിനായിട്ടുള്ള അത്യാവശ്യമുള്ള കാര്യമാണ് ബുക്സ്. ഇത് ബുക്സ് വാങ്ങിച്ചത്, ഈ വർഷം ബുക്ക് വാങ്ങിച്ചത് നമ്മൾ മാളൂൻ്റെ സ്കൂളിലെ സ്റ്റോറിൽ നിന്നാട്ടോ വാങ്ങിച്ചത്. കാരണം ബാക്കി പുറത്തൊക്കെ നമുക്ക് നല്ല വിലയാണ് ബുക്കിന്. അപ്പം സ്റ്റോറിലാകുമ്പോൾ 35 രൂപയുള്ളൂ ഒരു ബുക്കിന്. അപ്പം ഞങ്ങൾ ഈ പ്രാവശ്യം സ്റ്റോറിൽ നിന്നാണ് എല്ലാ ബുക്കും വാങ്ങിച്ചത്. പിന്നെ അപ്പം ബുക്സൊക്കെ ഇതാട്ടോ. ഒന്നും പൊതിഞ്ഞിട്ടില്ല, എല്ലാം പൊതിയണം. ഇനി അതിനുള്ള ബ്രൗൺ പേപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് ബ്രൗൺ പേപ്പർ. ഈ ബ്രൗൺ പേപ്പറിന് ഇത്രയും ഇതിന് 95 രൂപയാട്ടോ. നമുക്ക് പണ്ടൊക്കെ ഇത്രയും രൂപയില്ലായിരുന്നു ഞാനൊക്കെ പഠിച്ച സമയത്ത്. ഇപ്പം നല്ല വിലയാട്ടോ എല്ലാ സാധനത്തിനും. ഇതാണ് നെയിം സ്ലിപ്പ്. മാളു ഇപ്പോൾ വലിയ കുട്ടിയായെന്നാണ് പറയണേ. അതുകൊണ്ട് മാളുവിന് ഡോറയുടെയും ബേബി ഡോളിൻ്റെയും പിക്ചറൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇതുപോലത്തെ ഒരു നെയിം സ്ലിപ്പാണ് വാങ്ങിച്ചത്. ജസ്റ്റ് നെയിമും സ്റ്റാൻഡേർഡ്, സബ്ജക്റ്റ്, സ്കൂള്, ക്ലാസ്, അത്രയും ഇങ്ങനത്തെ മതി എന്ന് പറഞ്ഞത് കൊണ്ട് ഇങ്ങനത്തെയാണ് വാങ്ങിച്ചത്. മാള് വലിയ കുട്ടിയായില്ലേ, അതുകൊണ്ട് മാളുവിന് ഇത് മതി എന്ന് പറഞ്ഞു. അപ്പം ഇതാണ് നെയിം സ്ലിപ്പ്. തികയോന്ന് അറിയത്തില്ല. നോട്ട് ബുക്ക് മാത്രമേ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളൂ. ടെസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ടെസ്റ്റൊക്കെ സ്കൂൾ തുറന്നു കഴിയുമ്പോഴേ കിട്ടത്തുള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് പേനയാട്ടോ. അത്യാവശ്യം ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പേന കേട്ടോ. അത് അധികം വിലയൊന്നുമില്ല ഈ പേനയ്ക്ക്. ഇത് ഇപ്പം ട്രെൻഡായിട്ട് സാധാ അത്രയും ട്രെൻഡിങ് ഇല്ല, പക്ഷെ നല്ല സ്മൂത്താണ് എഴുതാൻ. അധികം വിലയൊന്നും ഇല്ല ഇതിന്. ഒരു പാക്കറ്റിന് 40 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഒരു പാക്കറ്റ് വാങ്ങിച്ച് ഇതാണ് ലാഭം. കാരണം സ്കൂൾ തുറന്നിട്ടുണ്ടെങ്കിൽ എല്ലാ പേനകളും ഫ്രണ്ട്സിനും അവർക്കൊക്കെ ദാനം ചെയ്യലാണ് പണി. പക്ഷെ ദാനം നല്ലതാണ്, പക്ഷെ നമ്മുടെ കയ്യിലെ മണിയും കൂടെ നോക്കണം. അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ നല്ല സ്മൂത്തായിട്ട് ഇത് എഴുതാനായിട്ട് നല്ല സുഖമാണ്. അപ്പം ഈ ഒരു പെന്നാണ് ഒരു പാക്കറ്റ് വാങ്ങിച്ചത്. പിന്നെ അപ്പം അടുത്തത് അത് കൂടാതെ തന്നെ അവർക്ക് ഇതുപോലെ ലെക്സിയുടെ പെന്ന് വാങ്ങിച്ചു കേട്ടോ. ലെക്സിയുടെ പെന്ന് 2 വാങ്ങിച്ചു. ഇത്രയും പെന്നൊന്നും ആവശ്യമില്ല, പക്ഷേ പുള്ളിക്കാരി അവിടെ ഇവിടെയൊക്കെ ഫ്രണ്ട്സിനൊക്കെ ഓരോന്നൊക്കെ കൊടുക്കും. അങ്ങനെയാകുമ്പോൾ എല്ലാം തീരും കേട്ടോ. പിന്നെ പെൻസില് 4 പെൻസിൽ വാങ്ങിച്ചിട്ടോ. പെൻസിലൊക്കെ ഇരിപ്പുണ്ട്,
ഈ പേസ്റ്റൽ കളേഴ്സ് ഒക്കെ നമ്മുടെ ഡോമക്സിന്റെ എന്നാണ് ഇത് നല്ല എക്സ്ട്രാ ഡാർക്ക് ആണ്. ഈ ബ്ലാക്ക് വേറൊരു കമ്പനിയിലാണ്. ഇതൊക്കെ നല്ല എഴുതാനൊക്കെ നല്ല സ്മൂത്തും പിന്നെ നല്ല കയ്യക്ഷരവും ഒക്കെ വരും, നല്ല ഡാർക്കായിട്ട് വരും. ഇത് നമുക്ക് ഡ്രോയിങ്ങിന് ഉപയോഗിക്കാം, ഇത് സാധാ ഇതിന് ഉപയോഗിക്കാം. ഇതൊക്കെ 1-2 ദിവസം ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാനൊക്കെ ഉപയോഗിച്ച പോലെ ഒന്നും ഈ പിള്ളേരൊന്നും ഉപയോഗിക്കില്ല. കാരണം ഞാനൊക്കെ ഒരു 3-4-5-6 വർഷം ഉപയോഗിച്ചു പെൻസിലും പേനായി റബ്ബറും ഒക്കെ സാധനങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും അറിയണ്ട, എല്ലാം മുന്നിലെത്തും. ഇതൊന്നും പിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം അന്നത്തെ കഷ്ടപ്പാടായിരുന്നു അന്നത്തെ കഷ്ടപ്പാട് ഇന്നത്തെ പിള്ളേർക്ക് ഒന്നും അറിയണ്ട. കാരണം എല്ലാം മുന്നിലെത്തും. പിള്ളേർ ഇനി നമുക്ക് പഠിച്ച റിസൾട്ട് കാണിച്ചാൽ മതി. ഇനി അടുത്തത് സ്കെയില്. ഇതാണ് കോമ്പറ്റ് ബോക്സ്, സോറി കേട്ടോ, ക്യാമലിന്റെ ബോക്സില്ലേ കോമ്പസ്, ആ ബോക്സിനകത്ത് വേണ്ട മെറ്റീരിയൽസ് ആട്ടോ. പൊട്ടാക്ടറും സ്കെയിലും മട്ടകോണൊക്കെ അത് ഞാൻ സെപ്പറേറ്റ് ആട്ടോ വാങ്ങിയത്. കാരണം കോമ്പസ് ബോക്സ് കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ചത് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് മാള് വാങ്ങിക്കാൻ പറഞ്ഞതാണ്, പക്ഷെ ഞാൻ വാങ്ങിയില്ല കേട്ടോ. കാരണം നമുക്ക് അത് ഇരിക്കുന്നതുകൊണ്ട് അതിനകത്ത് മെറ്റീരിയൽസ് വാങ്ങിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് ഞാൻ ഇതിനകത്തുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചുള്ളൂ. നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് ഏത് കടയിലും വാങ്ങിക്കാൻ കിട്ടും. 25 രൂപയുള്ളൂ കേട്ടോ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. സ്കൂളുകാർക്കും വേണ്ട ആവശ്യമുള്ള സാധനങ്ങളാണ്. പിന്നെ അതിൻ്റെ കൂടെ അപ്സരയുടെ റബ്ബർ വാങ്ങിച്ചു. ഈ റബ്ബറൊക്കെ ഒരു ദിവസം ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ കാണിയല്ല, നിലത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ ഇട്ടിട്ട് പോരും. കുനിയാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടേ. അതുപോലെ തന്നെ പെൻസിൽ വെട്ടി ആളുവിൻ്റെ കാര്യം എനിക്കറിയാം. അവിടെ എന്തെങ്കിലും കാണാതെ പോയി പിന്നെ പുള്ളിക്കാർ നോക്കിക്കൊണ്ടൊന്നും വരില്ല. കാണാണ്ട് പോയെന്നേ പറയുള്ളൂ. പക്ഷെ നമ്മളൊക്കെ ആണെങ്കിൽ ഈ ഒരു സാധനത്തിന് 3 രൂപയാണെങ്കിൽ അന്നത്തെ കാലത്ത് ഈ 3 രൂപ വലുതാണ് ഞങ്ങൾക്കൊക്കെ. പെൻസിൽ വെട്ടി കൊടുത്താലും പെൻസിൽ കൊടുത്താലും അത് അപ്പം തന്നെ വാങ്ങിച്ച് നമ്മൾ ബോക്സിൽ വയ്ക്കും. കാരണം പിന്നീട് വാങ്ങിച്ച് തരില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയല്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒന്ന് പിറ്റേ ദിവസം നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ ഇതൊക്കെ നമ്മൾ അന്നത്തെ കാലത്ത് ഇതൊക്കെ ഇഷ്ടം പോലെ ഒരെണ്ണമായിരിക്കും യൂസ് ചെയ്യണത്. ഇത് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇത് എത്ര എണ്ണാന്നറിയോ? അതൊന്നും പിള്ളേർക്ക് അറിയില്ല. അതുപോലെ തന്നെയാണ് ഇത് കോമ്പസ് ആട്ടോ. ഇന്നത്തെ കോമ്പസ് എന്ത് ചെയ്യും? ഇത് കോമ്പസ് ആണ്, സെപ്പറേറ്റ് വാങ്ങിച്ചതാണ്. ഇതെല്ലാം നമുക്ക് സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഇതെല്ലാം ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് വാങ്ങിച്ചത്. കാരണം അതായിരിക്കും നമുക്ക് ലാഭം. ഒരു ബോക്സിൻ്റെ മേടിച്ചത് 150 രൂപ 200 രൂപയ്ക്ക് കൊടുക്കേണ്ടി വരും. അതിന് പകരം ഞാൻ ബോക്സ് ഉണ്ടായി അതിൻ്റെ മെറ്റീരിയൽസ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. നമുക്ക് അങ്ങനെയൊക്കെ വാങ്ങിച്ചാൽ മതി. ഇതാണ് ഹൈലൈറ്റർ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ. ഇത് ഹൈലൈറ്റർ ആട്ടോ. എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഹൈലൈറ്റർ ഉപയോഗിച്ച് മാർക്ക് ചെയ്യും. ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെയാണ് ഹൈലൈറ്റർ യൂസ് ചെയ്യും. ഞങ്ങളൊക്കെ പെൻസിൽ കൊണ്ട് അടിയിൽ വരെയായിരിക്കും ഇടുന്നത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് പുതിയ മോഡൽ ഹൈലൈറ്റർ ഒക്കെ വന്ന്, ഞങ്ങൾക്ക് അന്നത്തെ കാലത്ത് ഇതൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇതാണ് ഹൈലൈറ്റർ. പശ, ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ഒട്ടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫെവിക്കോളിൻ്റെ പശ കേട്ടോ. പിന്നെയാണ് വിക്സ്. ഇത് തലവേദനയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അതുകൊണ്ട് വിക്സ് അവളായിട്ട് തന്നെ വാങ്ങിച്ചതാണ്, വിക്സ് വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റാപ്ലെയറിൻ്റെ പിന്ന്. അപ്പോൾ ബുക്സൊക്കെ പൊതിയാൻ നേരത്ത് നമുക്ക് സ്റ്റാപ്ലെയറിൻ്റെ പിന്നെ അപ്പുറം 4 വശവും ഇങ്ങനെ അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് വാങ്ങിച്ചപ്പോൾ കുറച്ച് വലുതായിരുന്നു. പക്ഷെ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് തിരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കണേ. ഇതിൻ്റെ ചെറുത് നമ്മുടെ ഇവിടെ ഇല്ലെന്ന് ഓർത്താണ് ഞാൻ വാങ്ങിച്ചത്. ഇതാണ് പൗച്ച് ഒരു 3-4 എണ്ണം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒട്ടുമില്ലാത്ത പിള്ളേർ ഇവിടെ ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ. അപ്പം ആർക്കെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ കൊടുക്കണമെന്ന് വിചാരിച്ചാ ഇരിക്കുന്നത്. എടുക്കാത്ത പൗച്ചും ഇരിപ്പുണ്ട്. ഇത് ഈ പ്രാവശ്യം മേടിച്ച പൗച്ചാട്ടതാ. ഇത് മാളൂന് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് പൗച്ച്. ഇതൊക്കെ ഒരു ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. പറയാൻ പറ്റത്തില്ല പിള്ളേരുടെ കാര്യമൊന്നും. 2 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ 2 അറയാണുള്ളത്. ആദ്യത്തെ ഒരു എക്സ്പ്രഷനൊക്കെ എല്ലാവർക്കും കാണുള്ളൂ. അപ്പോൾ ഓക്കെ, ഇതൊക്കെയാണ് മാളൂന് വാങ്ങിച്ച സാധനങ്ങൾ കേട്ടോ. ഇനി ഇന്നലെ കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. അത് നമുക്ക് കൺമഷി, ഐലൈനർ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ആട്ടോ. തലയിടുന്ന ക്രാബ്, പിന്നെ ഇതാണ് അടുത്തത് ഫയൽ എന്തെങ്കിലും അസൈൻമെന്റ്സും കാര്യങ്ങൾ വെക്കാനായിട്ടുള്ള ഫയൽ ഒരെണ്ണേ വാങ്ങിച്ചുള്ളൂ കേട്ടോ. കാരണം വേണമെങ്കിൽ ഇനി വാങ്ങിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരു ഫയലേ വാങ്ങിച്ചിട്ടുള്ളൂ. അടുത്തത് ഈ ഒരു ചവിട്ടി കേട്ടത് ജസ്റ്റ് ഞാൻ കണ്ടപ്പോൾ ഒന്ന് വാങ്ങിച്ചെന്നേ ഉള്ളൂ. മഴക്കാലമൊക്കെ അല്ലേ, അതുകൊണ്ട് വില കുറഞ്ഞപ്പോൾ വാങ്ങിച്ചേട്ടോ.
പിന്നെ നമുക്ക് 4 ലൈനിൻ്റെ ബുക്സ് നമ്മുടെ സ്റ്റോറിൽ കിട്ടത്തില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് പുറമേന്ന് വാങ്ങിക്കണമായിരുന്നു. 2 ലൈനും ആൻഡ് 4 ലൈനും 3 ബുക്സ് വാങ്ങിച്ചു. ഇത് 32 രൂപ കേട്ടോ ഒരു ബുക്സിന്. 200 പേജിന് ബുക്സിന് 32. ക്ലാസ്മേറ്റ് ആട്ടോ. ഓക്കെ, അപ്പം ഇത് 2 ബുക്ക് ഇന്നലെ അഡീഷണൽ വാങ്ങിച്ചതാണ് കേട്ടോ. ഇതെല്ലാം നമുക്കിനി പൊതിയണം. അത് കഴിഞ്ഞിട്ട് വാട്ടർ ബോട്ടിലാട്ടോ. എല്ലാ വർഷവും വാട്ടർ ബോട്ടിൽ വാങ്ങിക്കും. ഈ വർഷം വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ദാ ഈ വാട്ടർ ബോട്ടിൽ 99 രൂപ കേട്ടോ. കുപ്പി ഇതിങ്ങനെ ഓപ്പൺ ചെയ്താൽ ഇതൊരു വെള്ളം വരും. ഓക്കെ, അല്ലെങ്കിൽ വലിയ കുപ്പി അടപ്പുള്ളതുണ്ട്. പക്ഷെ പിള്ളേർ പെട്ടെന്ന് ഓർക്കില്ല, ഇങ്ങനെ ഒന്ന് കമത്തുള്ളൂ. മൂക്കിലും വായിലും ആരെങ്കിലും തട്ടി കഴിഞ്ഞാൽ മൂക്കിലും വായിലൊക്കെ കയറിപ്പോകും. ജസ്റ്റ് ഇതാ വാങ്ങിച്ച്, അധികം ഹോളില്ലാത്തതാണ്. ഇത് അടച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ദൂരേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് വെള്ളം നിറച്ചിട്ട് ഈ ചെറിയൊരു ഹോളിൽ കൂടെ അത്യാവശ്യം വെള്ളം നമ്മുടെ വയറിലെത്തും. അപ്പം ഇങ്ങനെ ഒരു ചെറിയൊരു കുപ്പി വാങ്ങിച്ചു കേട്ടോ. ഇതാണ് കുപ്പി. അടുത്തത് എനിക്ക് ചെറുതായിട്ടൊരു ജലദോഷമൊക്കെ ഉണ്ട്, അതാട്ടോ സൗണ്ടൊക്കെ മാറിയിരിക്കണത്. ഇത് നമ്മൾ വാങ്ങിച്ചത് കറി കൊണ്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല കട്ടിയുള്ള മെറ്റീരിയൽ കേട്ടോ. ഇതിനകത്ത് ചെറിയൊരു സ്പൂണും ഉണ്ട്. സ്പൂൺ നമുക്ക് ആവശ്യമില്ല, എന്നാലും കറിയൊക്കെ കൊണ്ടുപോകാം, ചാറ്. കാരണം ഞാൻ സ്റ്റീലിൻ്റെ വാങ്ങിക്കാതിരുന്നത് അവൾക്ക് തുറക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ടൈറ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അവർക്ക് തുറക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാനിത് പ്ലാസ്റ്റിക്കിൻ്റെ കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. 40 രൂപ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ വാങ്ങിച്ചത് ഇതുപോലൊരു ക്രാബ്. ഇന്നാൾ നേരത്തെ ഞാൻ ഇതുപോലെ ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തിട്ട് വേഗം പോയി കേട്ടോ. വേഗം പോകും ഈ സാധനം. ഒരു ക്രീം കളർ വാങ്ങിച്ചു തന്നത് വേഗം പോയി. ഇതാ ഇപ്പോൾ രണ്ടാമത് വാങ്ങിച്ചേട്ടോ. ഇതിന് എത്ര രൂപ? 60 രൂപയാണ് ഈ മെറ്റീരിയൽ. ഈ സാധനത്തിന് 60 രൂപ. 2 ദിവസം കാണുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇതാണ് അടുത്ത് ഒരെണ്ണം. നല്ല ക്യൂട്ടായിട്ടുള്ള സാധനമൊക്കെയാണ്. നല്ല സ്പോഞ്ചാണ്. അത്യാവശ്യം തലയിൽ വെച്ചിരുന്ന നല്ല ഇതാട്ടോ. ഓക്കെ, അടുത്തത് ഒരു വാച്ചാട്ടോ. ഇത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ല, സമയമൊന്നും കറക്റ്റ് ആക്കിയിട്ടില്ല. അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്ത് തരാം കേട്ടോ, കാണിച്ചു തരാം. അടുത്തത് എന്താണ്? ഇങ്ങനെ ഒരു ബുഷാട്ടോ, ചെറിയ ബുഷ്. ബ്ലാക്കും റെഡും, പക്ഷേ ബ്ലാക്കും വൈറ്റും വരുന്ന ചെറിയ ബുഷുകളാണ്. അവളുടെ തലയിൽ ഇങ്ങനെ ഇത്രയും ചെറുത് മതി. അപ്പം ആ രീതിയിലേക്കുള്ളതാട്ടോ വാങ്ങിച്ചത്. വാച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് പൊട്ടാട്ടോ. അപ്പം നമ്മുടെ ക്യാമറയ്ക്ക് ഇത്രയും ക്ലാരിറ്റി ഉള്ളൂ കേട്ടോ. അപ്പം കാണാൻ പറ്റാത്തതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കേൾക്കാൻ പറ്റാത്തതിൽ എന്തെങ്കിലും ക്ഷമിക്കണം കേട്ടോ. നമ്മുടെ ക്യാമറ അത്രയും ക്ലാരിറ്റി ഇല്ല. സാധാ ഒരു ഫോണാണ് കേട്ടോ. ആ ഫോണിലാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ വാച്ച് ഇതിൻ്റെ സമയം, ഇതിന് വാച്ചിന് 260 രൂപ കേട്ടോ. വാച്ച് കാണിച്ചു തരാം. വാച്ച് ഇതാണ് വാച്ച്. നല്ല വ്യക്തമാണ്. ഇതാണ് വാച്ച്. കാണാൻ പറ്റണ്ട? ഓക്കെ, ഇതാണ് വാച്ച്. സമയം കറക്റ്റ് അല്ല ഇതിൽ. സമയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ആക്കണം. ഇതാണ് വാച്ച്. വെട്ട ഉള്ളതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഇതാണ് വാച്ച്, കണ്ടോ ഗൈസ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സ്കൂളിലേക്ക് ആവശ്യമായുള്ള സാധനങ്ങൾ. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിരുന്നു. ലൈറ്റൊക്കെ തെളിയും കേട്ടോ ഗൈസ്. അതിനകത്ത് ലൈറ്റൊക്കെ തെളിയും. അപ്പോൾ അവളുടെ ഒരു ആഗ്രഹത്തിന് വാങ്ങിച്ചതാണ് വാച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ടാറ്റാ, ബൈ ബൈ.